അടുത്തതായി നമുക്ക് നോക്കേണ്ടത് സ്റ്റാക്ക് പോയിന്റർ ആണ്. സ്റ്റാക്ക് പോയിന്റർ നമ്മൾ നോക്കി. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്താണെന്നുള്ളത്. പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അടുത്തതായി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് നോക്കാവുന്നതാണ്. ഞാനൊരു പ്രോഗ്രാം എഴുതുകയാണ്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇനി അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതാം. മൂവ് A,30H ആഡ് ഇങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം സ്റ്റോർ ആകുന്നത് മെമ്മറിയിലായി. അപ്പൊ ഇത് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുകയാണ്. മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് 3000 ഉം 3001 ആണെന്ന് ഇരിക്കട്ടെ. ഈ പറയുന്ന വാല്യൂകളെല്ലാം വെറും ആർബിട്രറി, വെറുതെ പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അപ്പൊ എന്റെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3000 ഉം 3000ലും 3001ലുമാണ്. ഞാൻ ALUവിനോട് പറയുകയാണ് എന്റെ പ്രോഗ്രാം റൺ ചെയ്യൂ, രണ്ട് നമ്പറുകൾ അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം റൺ ചെയ്യൂ എന്ന് പറയുമ്പോഴേക്കും ALU ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയിലല്ല പോകുന്നത്. മെമ്മറിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മൂവ് A,30H ആണ്. അത് കിടക്കുന്ന മെമ്മറിയുടെ ലൊക്കേഷൻ സ്ഥലം 3000 ആണ്. അപ്പോ ഈ 3000 എന്നുള്ള കാര്യം പ്രോഗ്രാം കൗണ്ടറിനകത്തേക്ക് സ്റ്റോർ ആവും ആദ്യമേ. അപ്പൊ ALU ആദ്യമേ ചെന്ന് നോക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് എത്രയാ പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ള വാല്യൂ. ഇപ്പോ 3000 ആണ്. അപ്പൊ ALU എന്ത് ചെയ്യും? നേരെ 3000ലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോ എന്താ കാണുന്നേ? മൂവ് A,30H. അപ്പൊ ALU ആ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു. ആ ഇൻസ്ട്രക്ഷൻ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫെച്ച് എന്നാണ്. FETCH. എടുക്കുന്നു. അതിനുശേഷം ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. എന്താണ് പറയുന്നത് ആ കാര്യം ചെയ്യും. അപ്പോ ALU 3000ൽ നിന്നും ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്താൽ, എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോഗ്രാം കൗണ്ടർ സ്വാഭാവികമായും ഒന്നുകൂടും. ഇപ്പൊ 3000 എന്നുള്ളത് 3001 ആയി. കാരണം അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണ് കിടക്കുന്നത്? അടുത്ത ഇൻസ്ട്രക്ഷൻ കിടക്കുന്ന മെമ്മറിയുടെ ലൊക്കേഷൻ 3001 ആണ്. അപ്പൊ അതായിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് സ്റ്റോർ ആവുക. അപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുത്ത ALU അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണോ കാര്യം പറഞ്ഞിരിക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെ കിടക്കുന്നു എന്നെങ്ങനെ അറിയും? ALU നേരെ വീണ്ടും ചെന്ന് പ്രോഗ്രാം കൗണ്ടറിലേക്ക് നോക്കും. അവിടെ എത്രയാ കാണിക്കുന്നേ? 3001. അപ്പൊ നേരെ 3001ൽ ചെല്ലുന്നു. ആ ഇൻസ്ട്രക്ഷനെ എടുക്കുന്നു, ഫെച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അത് ആഡ് ചെയ്യും. അപ്പൊ ഇതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ്. ശ്രദ്ധിക്കുക, പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റ് ആണ്. അപ്പോ ഒരു 8085നകത്ത് സ്റ്റാക്ക് പോയിന്റർ 16 ബിറ്റ് ആണ്, പ്രോഗ്രാം കൗണ്ടറും 16 ബിറ്റ് ആണ്. ഡേറ്റ സ്റ്റോർ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്ററുകൾ B 8 ബിറ്റ് ആണ്, C 8 ബിറ്റ് ആണ്. ബിയും സിയും കൂടെ പെയർ ആക്കി 16 ബിറ്റ് ആയിട്ട് എടുക്കാം. D 8 ബിറ്റ് ആണ്, E 8 ബിറ്റ് ആണ്. ഡിയും ഇയും പെയറായി 16 ബിറ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ
എച്ച് 8 ബിറ്റ് ആണ്, എൽ 8 ബിറ്റ് ആണ്. എച്ചും എല്ലും പെയറായി 16 ബിറ്റ് ആയി എടുക്കാവുന്നതാണ്. അടുത്തത് ഇൻക്രിമെന്റർ അഥവാ ഡിക്രിമെന്റർ. ഇൻക്രിമെന്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം കൂട്ടുക. നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ തന്നെ കണ്ടില്ലേ, പ്രോഗ്രാം കൗണ്ടർ 3000 ആയിരുന്നു, അതൊന്ന് കൂടണം. അപ്പൊ ഒന്നും കൂട്ടാനുള്ള ഓപ്ഷനാണ് ഇൻക്രിമെന്റർ. കുറയ്ക്കാനാണെങ്കിൽ അതേ ഡിക്രിമെന്റർ തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന വാല്യൂസിനെ, അഡ്രസ്സിനെ നമ്മൾ ഹൈ അഡ്രസ് ബഫർ അതുപോലെ തന്നെ അഡ്രസ് ഡാറ്റ ബഫർ എന്നിവയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അഡ്രസ് ഡാറ്റ ബഫർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 8085ന്റെ പിൻ ഡയഗ്രംസ് കണ്ടതാണ്. നമ്മളൊരു കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ്. ആ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അഡ്രസ്സും ഡേറ്റയും മൾട്ടിപ്ലെക്സ് ചെയ്തൊരു പോർഷൻ ഉണ്ട്, അതുപോലെ മൾട്ടിപ്ലെക്സ് ചെയ്യാത്ത ബാക്കി 8 ബിറ്റും. മൾട്ടിപ്ലൈ ചെയ്ത പോർഷൻ ആണ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ ബഫർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സ് ചെയ്യാൻ മീൻസ് ഒന്നെങ്കിൽ അതുവഴി ഡേറ്റ അയക്കാം അല്ലെങ്കിൽ അഡ്രസ് അയക്കാം. അഡ്രസ് മാത്രം അയക്കുന്ന ബസ് അഡ്രസ് ബസ്സാണ്. ഇനി ഇന്ററപ്റ്റ് കൺട്രോളർ ആണ് 8085ന്റെ ഇന്റേണൽ ഡയഗ്രത്തിനകത്ത് വരുന്ന അടുത്ത ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു ഉദാഹരണം സഹിതം നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഉറങ്ങുന്നു, ഒരു പ്രോസസ്സാണ്. നമ്മളെ ഒരാൾ ഒരു നുള്ളു തരുന്നു, അതവിടുത്തെ ഒരു ഇന്ററപ്റ്റ് ആണ്. നമ്മൾ ഉറക്കം എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒരാൾ ഇന്ററപ്റ്റ് ചെയ്തു. അപ്പൊ ഇന്ററപ്റ്റ് കിട്ടിയാൽ ഉടനെ നമ്മൾ ഉറക്കം എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതാണ് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി ഇനി നോക്കുന്നതാണ്. നമ്മള് പിൻ ഡയഗ്രത്തിനകത്ത് പറഞ്ഞ പോലെ ട്രാപ്പ്, RST 7.5, 6.5, 5.5, INTA ബാർ, INTR എന്നിവയാണ്. ആ ഇന്ററപ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇന്ററപ്റ്റ് കൺട്രോള്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. നമ്മൾ പറഞ്ഞ പോലെ 2 കുട്ടികളുണ്ട്, സിഡും സോഡും. അപ്പൊ സോഡും സിഡും അഥവാ സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ, സീരിയൽ ഇൻപുട്ട് ഡേറ്റ എന്നിവയെ കൺട്രോൾ ചെയ്യാനാണ് സീരിയൽ IO കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് 8085ന്റെ ഇന്റേണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചർ നമ്മുടെ PSC പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു ALU എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ഒരു ALU പ്രധാനമായിട്ടും ചെയ്യുന്ന ഓപ്പറേഷൻസിലേക്ക് വരാം. 8085ലുള്ള കാര്യങ്ങൾ ALU, ടൈമിംഗ് കൺട്രോള്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് ഡീകോഡർ, രജിസ്റ്റർ അറേ നമ്മുടെ രജിസ്റ്ററിന്റെ ഗ്രൂപ്പ്, ഇന്ററപ്റ്റ് കൺട്രോളർ, സീരിയൽ IO കൺട്രോളർ ആണ്. അതില് ALU എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ALU ചെയ്യുന്ന കാര്യങ്ങൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, നമുക്കറിയാവുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ഇൻസ്ട്രക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞ പോലെ 8085 എന്ന് പറയുന്നത് ഇന്റലിന്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ പ്രോസസറാണ്. കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് മൈക്രോ പ്രോസസറാണ് 8085. അതുകൊണ്ടാണ് നമുക്ക് 8085നെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നത്. അതിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ എന്നീ ഓപ്പറേഷൻസുകൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ 2 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അതിനകത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ചെയ്യും എന്നുള്ളത് ചോദിച്ചാൽ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സീരീസ് ഓഫ് അഡീഷൻ ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മൾ സീരീസ് അഡീഷൻ ചെയ്യുന്നു. ഡിവിഷൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സീരീസ് സബ്ട്രാക്ഷൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത് എടുത്ത് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈഡ് റിസൾട്ട് എഴുതാൻ പറ്റൂ. ഇതാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത്. ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. അല്ലാതെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് 8085ൽ ചെയ്യാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതിനേക്കാൾ ഹയർ വെർഷൻസ് മൈക്രോ പ്രോസസറുകളിൽ ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന്റെ അടുത്ത വെർഷനായ 8086നകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക, ഒന്ന് കൂട്ടുക.
ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയ്ക്കുക എന്നുള്ളത്. അടുത്ത ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുമുള്ള ബേസിക് ലോജിക്കൽ ഓപ്പറേഷൻസ് നമുക്കറിയാം. പ്രധാനമായിട്ടുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ്, ബേസിക് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ്, ഓർ, നോട്ട് എന്നിവയാണ്. ആൻഡ്, ഓർ, നോട്ട് എന്നിവയാണ് ബേസിക് ഓപ്പറേഷൻസ്. ഇതിന്റെ കോമ്പിനേഷൻസ് ആയ ഓപ്പറേഷൻസ് നമുക്കറിയാം. നാൻഡ് എന്ന് പറയുമ്പോൾ ആൻഡും നോട്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് നാൻഡ്. അതുപോലെ നോർ എന്ന് പറയുമ്പോൾ ഓറും നോട്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് നോട്ട്. നാൻഡിനെയും നോട്ടിനെയും നമ്മൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. ഗേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. ഈ ലോജിക്കൽ ഓപ്പറേഷൻസിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ആൻഡ് ഓപ്പറേഷനെ കുറിച്ചൊന്ന് നോക്കാം. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ആൻഡ് എന്താണ്? ആൻഡ് രാജു ആൻഡ് രാധ എന്ന് പറയുമ്പോൾ രാജുവും രാധയും, രാജുവും രാധയും രണ്ട് പേര് വേണം. അപ്പൊ നമ്മളിവിടെ രണ്ട് പേരെ പറയുകയാണ്. എ, ബി എന്നീ രണ്ട് ആൾക്കാരുണ്ട്. ഈ രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വരാവുന്ന പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ രണ്ടു പേരും ഇല്ല. ഇല്ല എന്നുള്ളതിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. ഒന്നെങ്കിൽ ആദ്യത്തെ ആളില്ല, രണ്ടാമത്തെ ആളുണ്ട്, രണ്ടാമത്തെ ആളുണ്ട്, ആദ്യത്തെ ആളില്ല, രണ്ടു പേരും ഉണ്ട്. ഇതാണ് വരാവുന്ന പോസിബിൾ കോമ്പിനേഷൻസ്. അപ്പൊ ഇവിടെ ആൻഡ് രണ്ടുപേരും ഉള്ള സിറ്റുവേഷൻ എപ്പോഴെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോ മാത്രം 1, ബാക്കിയുള്ളപ്പോഴെല്ലാം 0 ആണ്. ഇതിനെ നമ്മൾ ലോജിക്കലി y = a + b എന്നാണ് എഴുതുന്നത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് സംശയം വരും. 0 + 0 0 ആണ്. സോറി, പ്ലസ് അല്ല, ഇൻറ്റു ആണ് കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ. a × b. 0 × 0 0 വരുന്നുണ്ട്, 0 × 1 0 വരുന്നുണ്ട്, 1 × 0 0 വരുന്നുണ്ട്, 1 × 1 1 വരുന്നു. ഇതാണ് ആൻഡ് ഓപ്പറേഷൻ. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ട് ഉള്ളൂ. 1 ഉം 1 ഉം വന്നാൽ 1 ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മുടെ 8085ന്റെ ALUവിനെ കൊണ്ട് പറ്റും. 2 ബിറ്റ് കൊടുത്താൽ അതിന്റെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ 8085ന് കഴിയുന്നതാണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ ഓർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാജു ഓർ രാധ എന്ന് പറയുമ്പോൾ രാജു അല്ലെങ്കിൽ രാധ. അപ്പോ രണ്ടു പേർ അവിടെയും വേണം. അപ്പൊ നമുക്ക് വരാവുന്ന പോസിബിൾ കോമ്പിനേഷൻസ് ഇതൊക്കെ തന്നെയാണ്. 0 0, അതുപോലെ 0 1 1 0 1 1 എന്നിവയാണ്. ഇതില് ഓർ കണ്ടീഷൻസ് വരുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാല്, ഇവിടെ ഓർ ഇല്ല, എന്നാൽ ഇവിടെ ഓർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടെ ഓർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഓർ കണ്ടീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ശരിക്കും ഓർ കണ്ടീഷൻ ഇല്ല. പക്ഷെ രാജു ഓർ രാധ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ 1 സജസ്റ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് a + b എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ലാസ്റ്റ് കോമ്പിനേഷൻ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള എല്ലാം ശരിയാണ്. 0 + 0 0 ആണ്, 0 + 1 1 ആണ്, 1 + 0 1 ആണ്. പക്ഷെ 1 + 1 2 വരും. പക്ഷെ ഞാനിവിടെ എഴുതിയിരിക്കുന്ന 1 + 1 1 എന്നാണ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ യെസ് ഉണ്ട്, യെസ്, സോ ദ ആൻസർ ഈസ് യെസ് എന്നുള്ള മീനിങ് ആണ്. അല്ല നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അർത്ഥം യെസ്, 0 means no, so the OR operation is
യെസ് എന്നുള്ളതാണ് മീൻ. അപ്പൊ ഈ ഒരു ഓർ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മുടെ 8085ന്റെ ALUവിന് കഴിയുന്നതാണ്. അടുത്തത് എക്സ്ക്ലൂസീവ് ഓർ അഥവാ എക്സോർ എന്ന് നമ്മൾ എഴുതും. എക്സോർ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻ എവിടെ നിന്നുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഈ ഓറിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്ട്രിക്ട്ലി ഓർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എസ് എസ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ മതി. പക്ഷെ ഇവിടെ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമ്മൾ 1 എന്നുള്ള കാര്യം ഓറിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഓർ ആണ്. എവിടെയാണോ ഓർ കണ്ടീഷൻസ് സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുന്നത് അവിടെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉള്ളൂ. ഇവിടെ ഓർ കണ്ടീഷൻ ഇല്ല, അതുകൊണ്ട് അവിടെ ഔട്ട്പുട്ട് 0 ആണ്. അതുപോലെ രണ്ടാമത്തേതില് ഓർ കണ്ടീഷൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഔട്ട്പുട്ട് ഉണ്ട്. മൂന്നാമത്തതിനകത്തും സ്ട്രിക്ട്ലി ഓർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1 ആണ്. എന്നാൽ ലാസ്റ്റ് സ്ട്രിക്ട്ലി ഓർ കണ്ടീഷൻ ഇല്ല, അതുകൊണ്ട് അവിടെ 0 വരുന്നതാണ്. ഈ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻ ആണ് എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഓർ മീൻസ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഓർ എന്ന് പറഞ്ഞാൽ എവിടെ ഓർ ഉണ്ടോ അവിടെ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പൊ ഈ എക്സ്ക്ലൂസീവ് ഓറിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ വാല്യൂസ് വരെയാണെങ്കിൽ എയും ബിയും ഒരേ വാല്യൂസ് വരെയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അതുപോലെ ഡിഫറന്റ് ആയിട്ട് എയും ബിയും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള വാല്യൂ 1 ആണ്. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൊടുക്കുന്ന എയും ബിയും ഡിഫറന്റ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്ന ലോജിക്കൽ ഓപ്പറേഷൻ ഏതാണ്? എക്സ്ക്ലൂസീവ് ഓർ ആണ്. നമ്മൾ കൊടുക്കുന്നത് 1ഉം 0ഉം 0ഉം 1ഉം ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഓറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 1 ആയിരിക്കും. ഇനി കമ്പയർ, കോംപ്ലിമെന്റ് ആൻഡ് ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ്. കമ്പയർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുന്ന അവസ്ഥ. കോംപ്ലിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 4 ബിറ്റ് ഡേറ്റ ഞാൻ എഴുതുന്നു. ഇതാണ് കോംപ്ലിമെന്റ്, ഇതാണ് ഒരു നമ്പർ. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 1ന് 0 എഴുതുക, 0ക്ക് 1 എഴുതുക. ഇതാണ് കോംപ്ലിമെന്റ്. അടുത്ത ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഈ ഒരു 4 ബിറ്റ് ഡേറ്റയെ എനിക്ക് ഒന്നെങ്കിൽ ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യാം. അത് രജിസ്റ്ററിനകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ഇൻസ്ട്രക്ഷൻസ് വളരെ വ്യക്തമായി നോക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ALUവിന് ചെയ്യാൻ കഴിയുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, നമ്മുടെ 8085നകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലാഗ് രജിസ്റ്ററിനെയാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്ലാഗ് രജിസ്റ്ററിനെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മുടെ 8085ന്റെ ഇന്റേണൽ ആർക്കിടെക്ചറിനകത്ത് ഫ്ലാഗ് രജിസ്റ്റർ ഇവിടെ നമ്മൾ കണ്ടതാണ്. ഈ ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ പറയാൻ പോവുക. ഫ്ലാഗ് രജിസ്റ്റർ അഥവാ മറ്റൊരു പേര് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്നാണ്. ഫ്ലാഗ് രജിസ്റ്റർ അഥവാ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കണ്ട പോലെ അതൊരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. B0യിൽ നിന്ന് തുടങ്ങി B7 വരെ എത്തുന്ന ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റർ അഥവാ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയും. 8 ബിറ്റ് ഉണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ മൈക്രോ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ ബിറ്റുകളും ഇന്റൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രജിസ്റ്ററിന്റെ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള ബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അഥവാ MSB എന്നും, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അഥവാ LSB എന്നാണ്.
അപ്പൊ 2 ബിറ്റുകൾ അങ്ങേയറ്റത്തുള്ളത് ഏറ്റവും ചെറുതിനെ നമ്മൾ LSB എന്നും ലോവർ സിഗ്നിഫിക്കന്റ് ബിറ്റും ഇത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ വേർഡും നമുക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് MSBയിൽ നിന്ന് തന്നെ നോക്കാം. MSB ഇന്റൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് SF അഥവാ സൈൻ ഫ്ലാഗ് എന്നാണ്. സൈൻ ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് 2 നമ്പേഴ്സ് ആണ് ഉള്ളത്. പോസിറ്റീവ് നമ്പേഴ്സും അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സും. ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കമ്പ്യൂട്ടറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോ 8 ബിറ്റ് ഡേറ്റ ഉണ്ട് അല്ലെങ്കിൽ എന്ന് വിചാരിക്കാം. ഈ 8 ബിറ്റ് ഡേറ്റയിൽ ഞാൻ സൈനും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ MSB ബിറ്റ് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ നമ്പർ നെഗറ്റീവ് ആണെന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള മെക്കാനിസം. സൈൻ പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയും. സൈൻഡ് നമ്പേഴ്സ്, സൈൻഡ് നമ്പേഴ്സ്. സൈൻഡ് നമ്പർ കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ MSB ബിറ്റ് 1 ആയിരിക്കും. അതേസമയം MSB ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് തിരികെ സ്ലൈഡിലേക്ക് നമ്മുടെ ഇന്റേണൽ ആർക്കിടെക്ചറിലേക്ക് വരാം. ALUലേക്ക് നമ്മൾ 2 നമ്പർ കൊടുത്തു. ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണ് നമ്മൾ കൊടുത്തതെന്നിരിക്കട്ടെ. എങ്കിൽ ആ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ALU ഉടനെ തന്നെ നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റർ അഥവാ PSW രജിസ്റ്ററിലേക്ക് വന്നിട്ട് ഈ ബിറ്റിനെ 1 ആക്കി സെറ്റ് ചെയ്യും. അതേസമയം ALU ആ 2 നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ALU ഈ PSWയിലെ ഈ SF ബിറ്റിനെ 0 ആക്കി വെക്കുന്നതായിരിക്കും. അപ്പോ എഴുതുന്ന പ്രോഗ്രാമർക്ക് അറിയണം ALU 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് നേരെ ഡാറ്റാബേസിലേക്ക് കിട്ടും. നമ്മൾ കണ്ടതാണ് ഈ ഒരു ബസിന്റെ സഹായത്തോടു കൂടി. അപ്പൊ ഫ്ലാഗ് രജിസ്റ്ററിലെ ഈ ബിറ്റിലെ നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ സൈൻ ഫ്ലാഗ് 1 ആണെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് ആണ്, സൈൻ ഫ്ലാഗ് 0 ആണെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത രണ്ടാമത്തെ ബിറ്റ് വരുന്നത് ZF അഥവാ 0 ഫ്ലാഗ് ആണ്. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ പഠിക്കാം. 0 എന്ന് പറയുമ്പോൾ ALUലേക്ക് നമ്മൾ കൊടുത്ത 2 ഡേറ്റകൾ തമ്മിൽ ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് 0 ആയി പോയാൽ ALU ഉടനെ തന്നെ ഈ ഫ്ലാഗിനെ 1 ആക്കി സെറ്റ് ചെയ്യും. ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആണെങ്കിൽ 0 ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ആവും. 0 അല്ലെങ്കിൽ അത് 0 ആയിട്ട് തന്നെ ഇരിക്കും. 0 ഫ്ലാഗ് 0 ആയിട്ട് തന്നെ ഇരിക്കും. അടുത്ത ബിറ്റ് ഇന്റൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അടുത്ത ബിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ക്വസ്റ്റ്യനുകളിൽ വരുന്നതാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. എന്താണ് ഓക്സിലറി ക്യാരി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് നിബിൾ എന്നുള്ള കാര്യം. നിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് 4 ബിറ്റ് ചേർന്നതാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കയ്യിൽ 2 നമ്പറുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. 1 0 1 1 0 0 1. ഇതാണ് ഞാൻ ALUലേക്ക് കൊടുത്ത ഫസ്റ്റ് നമ്പർ. രണ്ടാമത്തെ നമ്പർ 0 0 0 0 1 0 1 0. ഈ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ALU ആഡ് ചെയ്യുന്നു. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 0 1 ആണ്, 0 + 1 1 ആണ്, 0 + 0 0 ആണ്, 1 + 1 0 വിത്ത് എ ക്യാരി 1. ഒരു ക്യാരി ഇപ്പുറത്ത് വരും. വീണ്ടും 1 + 1 0 വിത്ത് എ ക്യാരി 1, 1 + 0
പ്ലസ് 0 1 1 1. അപ്പൊ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ അഡീഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിബിൾ എന്ന് പറയുമ്പോൾ ഇത്രയാണ്. നമുക്കറിയാം 4 ബിറ്റ് ചേരുമ്പോഴാണ് നമുക്കൊരു നിബിൾ ആവുന്നത്. ഇതിന്റെയും നിബിൾസ് ഇതാണ്. അതുപോലെ ഇത് അടുത്ത സെറ്റ് നിബിളാണ്, ഇത് അടുത്ത സെറ്റ് നിബിളാണ്. ലോവർ നിബിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ MSBകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാരി ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി ക്യാരി. മെയിൻ ക്യാരി അല്ല. മെയിൻ ക്യാരി എന്ന് പറയുന്നത് അവസാന നമ്പർ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാരിയാണ് നമ്മൾ മെയിൻ ക്യാരി എന്ന് പറയുന്നത്. 8 ഡിജിറ്റ് നമ്പറിൽ 4 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ MSB ബിറ്റുകളിൽ 1 വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി ക്യാരി. ഓക്സിലറി മീൻസ് സെക്കൻഡറി, മെയിൻ അല്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരി ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി ക്യാരി. അപ്പൊ ALUയിലേക്ക് നമ്മൾ കൊടുക്കുന്ന 2 നമ്പറുകൾ തമ്മിൽ ALU ആഡ് ചെയ്തപ്പോൾ അവിടെ ഒരു ഓക്സിലറി ക്യാരി ഉണ്ടായാൽ ഉടനെ തന്നെ ഈ ബിറ്റ് ALU 1 ആക്കി സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ക്യാരി ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബിറ്റിനെ ALU ഒന്നും ചെയ്യില്ല, അത് 0 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യും. അടുത്ത ബിറ്റ് ഇന്റൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അടുത്തത് PF അഥവാ പാരിറ്റി ഫ്ലാഗ് ആണ്. പാരിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന നമ്പറിനകത്തുള്ള നമ്പർ ഓഫ് വൺസിനെ വിളിക്കുന്ന പേരാണ് പാരിറ്റി. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ ഇതാണല്ലോ. ഇതിനകത്ത് എത്ര വണ്ണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 5. സോ നമുക്ക് പറയാം അതിന്റെ പാരിറ്റി 5 ആണ് നമുക്ക് പറയാം. അതുപോലെ ഈ നമ്പർ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പാരിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3. സോ അതിന്റെ പാരിറ്റി എത്രയാണ്? 3 ആണ്. അതുപോലെ ഈ നമ്പർ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് എത്ര വണ്ണുകളുണ്ട്? 1 2 3 4 5 6. അപ്പൊ അതിന്റെ പാരിറ്റി 6 ആണ്. അപ്പൊ പാരിറ്റി ഫ്ലാഗ് എന്താണെന്ന് ചോദിച്ചാൽ, പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ഇൻ എ ബൈറ്റ്. ഒരു ബൈറ്റിനകത്ത് എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് പാരിറ്റി. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 2 നമ്പർ നോക്കിയപ്പോൾ അതിനകത്ത് ഇതിന്റെ പാരിറ്റി 5 ആണ്, ഇതിന്റെ പാരിറ്റി 3 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറുകൾ ഓടാണ്. ഓട് പാരിറ്റി ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. അതേസമയം ഈ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ പാരിറ്റി നമ്മൾ കണ്ടു 6 ആണ്. 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ പാരിറ്റി ഫ്ലാഗ് 1 ആവും. അപ്പൊ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടിന്റെ പാരിറ്റി ALU നോക്കും. അത് ഓടാണെങ്കിൽ പാരിറ്റി ഫ്ലാഗിനെ ഒന്നും ചെയ്യില്ല. ഇവൻ ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്യും. ലാസ്റ്റ് അടുത്ത ബിറ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ക്യാരി ഫ്ലാഗ് ആണ്. എന്താണ് ക്യാരി? ക്യാരി എന്ന് പറയുമ്പോഴേക്കും ഈ 2 എക്സാമ്പിൾസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഈ നമ്പറിന്റെ MSB എന്ന് പറയുന്നത് ഇതാണ്. ഈ നമ്പറിന്റെ MSB ഇതാണ്. നമുക്ക് ഈ ഒരു 2 നമ്പറുകളുടെ അഡിഷൻ തന്നെ നോക്കാം. ഇതിന്റെ ലോവർ നിബിൾസ് ആണ്, ഇത് ഇതിന്റെ ലോവർ നിബിൾസ് ആണ്. ലോവർ നിബിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാരിയെ നമ്മൾ വിളിച്ച പേരാണ് ഓക്സിലറി ക്യാരി. നമ്മൾ വീണ്ടും അഡീഷനിലോട്ട് ചെന്നപ്പോൾ 1 + 1 1, 1 + 0 1, 1 + 0 1 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായി മറ്റൊരു നമ്പർ നോക്കാം. ക്യാരി ഫ്ലാഗ് വരുന്ന ഒരു നമ്പറിലേക്ക് നമുക്ക് വരാം. 1 0 0 0 0 0 0 1. അതുപോലെ 1 0 1 0 1 0 0 0. ഈ 2 നമ്പറിന്റെ അഡീഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോ 1 + 0 1 ആണ്, 0 + 0 0, 0 + 0 0, 1 + 1 0 വിത്ത് എ ക്യാരി 1. നോക്കൂ, ഇവിടെ നിബിൾ അഡീഷൻ ചെയ്തപ്പോഴേക്കും ഒരു ക്യാരി വന്നു. അപ്പോ ഇവിടെ ഓക്സിലറി ക്യാരി ഉണ്ട്. സോ ഓക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ബാക്കി അഡീഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 1 + 0 + 0 1 ആണ്, 0 + 1 1 ആണ്,
0 ആണ്. 1 + 1 0 വിത്ത് എ ക്യാരി 1. അപ്പൊ ഇതവിടെ എക്സ്ട്രാ വന്ന നമ്പറാണ്. ഈ ഒരു 8 ബിറ്റ് നമ്പറും ഈ ഒരു 8 ബിറ്റ് നമ്പറും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 9 ബിറ്റ് നമ്പറാണ് കിട്ടിയത്. അതിൽ നമുക്ക് ഈ 8 ബിറ്റ് മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. കാരണം ALUവിന്റെ സൈസ് അല്ലെങ്കിൽ രജിസ്റ്ററിന്റെ എല്ലാ മിക്കതിന്റെയും സൈസ് 8 ബിറ്റ് ആണ്. അപ്പൊ ഈ ക്യാരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ക്യാരി അഥവാ ക്യാരി ഓഫ് ദിസ് അഡിഷൻ. ഇവിടെ വന്ന ഈ ക്യാരിയെ നമ്മൾ വിളിച്ച പേര് ഓക്സിലറി ക്യാരി എന്നും ഇത് നമ്മുടെ മെയിൻ ക്യാരി ആണ്. അപ്പൊ മെയിൻ ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആവും. മെയിൻ ക്യാരി ഇല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആവും. അപ്പൊ ഈ ഫ്ലാഗുകളെ കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. 5 ഫ്ലാഗുകളാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഫ്ലാഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇവിടെ നോക്കൂ, 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് സൈൻ ഫ്ലാഗ് തരുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ഫ്ലാഗ് 0, നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഫ്ലാഗ് 1 ആകും. 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ റിസൾട്ട് 0 ആയി പോയി എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് 0 ഫ്ലാഗ് തരുന്നത്. 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ 0 ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ 0 ഫ്ലാഗ് 0. അടുത്തത് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ്. എന്താണ് ഓക്സിലറി ക്യാരി എന്ന് നമുക്ക് അറിയാം. എന്താണ് ഓക്സിലറി ക്യാരി? ലോവർ നെബിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ക്യാരി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി ക്യാരി. 2 നമ്പറിന്റെ അഡിഷനകത്ത് ഓക്സിലറി ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ ഓക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആവും, ഇല്ലെങ്കിൽ ഓക്സിലറി ക്യാരി 0 ആവും. പാരിറ്റി ഫ്ലാഗ്. എന്താണ് പാരിറ്റി? നമ്പർ ഓഫ് വൺസ് ഇൻ എ ബൈറ്റ്. ഒരു ബൈറ്റിനകത്തുള്ള വണ്ണുകളുടെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരിറ്റി. പാരിറ്റി എടുക്കുമ്പോൾ ഓഡ് പാരിറ്റി ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 0, ഈവൻ പാരിറ്റി ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യപ്പെടുകയായിരിക്കും. അടുത്തത് ക്യാരി ഫ്ലാഗ് ആണ്. ക്യാരി എന്ന് പറയുമ്പോൾ 2 8 ബിറ്റ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരി അഥവാ മെയിൻ ക്യാരി എന്ന് പറയും. മെയിൻ ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ കണ്ട കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ്. when an instruction is fetched from memory. കണ്ടോ, ഒരു മെമ്മറിയിൽ നിന്നും ഡാറ്റ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെച്ചിങ്. അത് ഫെച്ച് ചെയ്ത ഉടനെ തന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യമേ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് മിഷൻ സൈക്കിളിനനുസരിച്ച് എൻകോഡ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. It is then decoded and encoded into various mission cycles. മിഷൻ സൈക്കിളിനനുസരിച്ച് അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എൻകോഡ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. There are 6 general purpose programmable registers B, C, D, E, H and L. ശ്രദ്ധിക്കണം, ഓരോന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഉപയോഗിക്കുമ്പോൾ എല്ലാം 8 ബിറ്റ് വീതമാണ്. അതേസമയം നമ്മൾ ഗ്രൂപ്പായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം 16 ബിറ്റ്. നമ്മുടെ ഗ്രൂപ്പ് അറിയാം, BC ആണ് ഒരു ഗ്രൂപ്പ്, DE അടുത്തൊരു ഗ്രൂപ്പ്, HL അടുത്തൊരു ഗ്രൂപ്പ്. They can be used as 8-bit registers or paired to store 16-bit register. Allowed pairs പറഞ്ഞിട്ടുണ്ട് BC, DE and HL. അതുപോലെ ടെമ്പററി രജിസ്റ്റേഴ്സ് TMP, W and Z. ഇതൊന്നും ഒരു പ്രോഗ്രാമറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ആ മൈക്രോ പ്രോസസറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റാക്ക് പോയിന്റർ, ഈ സെന്റൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റാക്ക് പോയിന്റർ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദി സ്റ്റാക്ക് ടോപ്പ്. സ്റ്റാക്കിന്റെ ടോപ്പിൽ, ടോപ്പ് എവിടെയാണ് അവിടെയുള്ള അഡ്രസ് ആണ് സ്റ്റാക്ക് പോയിന്റർ ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഈസ് എ സീക്വൻസ് ഓഫ് റാം ലൊക്കേഷൻ. നമ്മളവിടെ പറഞ്ഞ റാമിലുള്ള ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷൻ ആണ്, ഡിഫൈൻഡ് ബൈ ദി പ്രോഗ്രാമർ ആണ്. ശ്രദ്ധിച്ചോളാം, അത് വർക്ക് ചെയ്യുന്നത് ലിഫോ മാനറിലാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ലിഫോയുടെ ഫുൾ ഫോം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവസാനം കൊണ്ടുവയ്ക്കുന്ന ആളിനെ ആദ്യമേ എടുക്കുക,
അതാണ് സ്റ്റാക്കിൽ ഉള്ളത്. സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു സേവ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഡാറ്റ കൊണ്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ററപ്റ്റ്സ് അഥവാ റുട്ടീൻസ് നമ്മൾ കോൾ ചെയ്യുമ്പോഴാണ്. അത് നമുക്ക് ഇന്ററപ്റ്റിലോട്ട് എത്തുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് ഡാറ്റ ഫ്ലോ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ ആ സ്ലൈഡിൽ പറഞ്ഞത്. ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം ഇൻ 8085, the starting address of the program should be loaded in program counter. Output is the content of program counter to address bus and asserts read control signal low. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിനകത്ത് നമ്മൾ അഡ്രസ് സ്റ്റോർ ചെയ്യുകയും റീഡ് കൺട്രോൾ സിഗ്നൽ ലോ ആക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം കൗണ്ടർ പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പോയി ഡാറ്റ എടുത്ത് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ മുമ്പ് കാര്യം പറഞ്ഞതാണ്, പ്രോഗ്രാം കൗണ്ടർ അതിനുശേഷം ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അടുത്തത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 ആണ്. നമ്മുടെ സയന്റിഫിക് ഓഫീസർ പരീക്ഷയിൽ 8085നകത്ത് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബേസിക് പ്രോഗ്രാമുകളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ PSCയുടെ മുൻകാല ചോദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ചെറിയ പ്രോഗ്രാമുകൾ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് എഴുതാനായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലെ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് നന്നായി അറിയണം. ബേസിക് ആയിട്ട് 8085 സപ്പോർട്ട് ചെയ്യുന്നത് 74 ഇൻസ്ട്രക്ഷൻസ് ആണ്. ബേസിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ബേസിക് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പല പല കോമ്പിനേഷനിലാക്കിയിട്ട് ടോട്ടൽ 246 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. എന്ന് പറയുമ്പോൾ ബേസിക് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ആഡ്. ഇതൊരു ബേസിക് ഇൻസ്ട്രക്ഷൻ ആണ്. പക്ഷെ ഈ ആഡിനെ തന്നെ നമുക്ക് പല രീതികളിൽ ഉപയോഗിക്കാം. ആഡ് ഐ, ADDI, ഓക്കെ, ADC, ആഡ് വിത്ത് ക്യാരി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി അടുത്ത സ്ലൈഡുകളിലേക്ക് വരികയാണ്. അപ്പൊ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് 74 ആണ്. ഇതിനെ പല പല രൂപങ്ങളിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്റൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ ടോട്ടൽ 246 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. 8085 സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ 1 ബൈറ്റ്, അല്ലെങ്കിൽ 2 ബൈറ്റ്, അല്ലെങ്കിൽ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. 8085 സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഓപ്കോഡ് മാത്രമേ കാണുകയുള്ളൂ. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്കോഡ് മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് ഇതാണ്. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓപ്കോഡ്, ഫോർ എക്സാമ്പിൾ CMP എന്ന് പറയുന്നത് ഒരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. CMP കോംപ്ലിമെന്റ് ചെയ്യാം, ഒന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല, ഓപ്കോഡ് മാത്രമേ പറയുന്നു. ഓപ്കോഡ് മാത്രം പറയുന്നു, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. CMP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നത് അക്യൂമുലേറ്ററിനെ കോംപ്ലിമെന്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോ ഒരു ബൈറ്റ് മാത്രമുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതിനെ നമ്മൾ അവിടെ ഓപ്കോഡ് മാത്രമേ സ്പെസിഫൈ ചെയ്യത്തുള്ളൂ. അതുപോലെ മറ്റൊരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നോപ്പ്. നോപ്പ് മീൻസ് നോ ഓപ്പറേഷൻ, ഒന്നും ചെയ്യണ്ട എന്ന് നമ്മൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഇതിന്റെ കൂടെ ഒന്നും നമ്മൾ പറയുന്നില്ല, ഡാറ്റയോ വേറെ ഒരു കാര്യങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുപോലെ മറ്റൊരു ഇൻസ്ട്രക്ഷൻ ആണ് HLT, ഹോൾട്ട്. ഹോൾട്ട് മീൻസ് നിർത്തുക, എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം അവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത്. വേറെ ഒന്നും അതിനോടൊപ്പം പറയുന്നില്ല. അപ്പൊ ഇത് ഓപ്കോഡ് മാത്രം പറയുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അടുത്ത നമുക്ക് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് വരാം. 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്കോഡ് ഉണ്ട് ഫോളോഡ് ബൈ ആൻ 8 ബിറ്റ് അഡ്രസ് ഓർ ഡാറ്റ. ഓപ്കോഡ് കാണും, അതിനോടൊപ്പം തന്നെ ഒരു 8 ബിറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റ കാണും. നമുക്ക് അതിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഇതാ നോക്കൂ,
ഇതാണ് ഒരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു ഓപ്പ് കോഡും ഉണ്ട്. ഇവിടെ നമ്മൾ 8 ബിറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റയും പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ആഡ് ബി അല്ലെങ്കിൽ ആഡ് ബി എന്ന് തന്നെ ഇരിക്കട്ടെ. ആഡ് ബി എന്ന് പറയുമ്പോഴേക്കും എയിലുള്ള കണ്ടന്റും ബിയിലുള്ള കണ്ടന്റും തമ്മിൽ ആഡ് ചെയ്യാം. ഇതാണ് അവിടുത്തെ ഓപ്പ് കോഡ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് അവിടുത്തെ 8 ബിറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ആഡ് ഐ വെച്ച് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ആഡ് ഐ 03H എന്ന് പറയുമ്പോൾ എന്താ മീനിങ് എന്ന് ചോദിച്ചാൽ അക്യുമുലേറ്ററിന്റെ കണ്ടന്റിന്റെ കൂടെ 03H ആഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതാണ് അവിടുത്തെ ഓപ്പ് കോഡ്. ഇത് അവിടുത്തെ അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റയാണ്. ഇവിടെ ഇപ്പൊ ഡേറ്റയാണ്. അപ്പൊ ഒരു ഓപ്പ് കോഡും അതിനപ്പുറത്തായിട്ടൊരു 8 ബിറ്റ് അഡ്രസ്സും കൂടി പറയുന്നതാണ് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. അടുത്തത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസിലേക്ക് നമുക്ക് കിടക്കാം. 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു 16 ബിറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റയാണ് ഉണ്ടാവും. അപ്പൊ 16 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ 16 ബിറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മെമ്മറി രജിസ്റ്റേഴ്സ് എല്ലാം തന്നെ 8 ബിറ്റ് ആണ്. അപ്പോ അതിന്റെ ഓപ്പ് കോഡ് പറയുക, ശേഷം ലോവർ ബൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ പറയുക, ശേഷം ഹയർ ബൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ പറയുക. അപ്പൊ 16 ബിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 8 ആക്കി മാറ്റും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പറയേണ്ടത് ലോവർ ബൈറ്റ് അഡ്രസ് ഡേറ്റയാണ്, അടുത്തത് ഹയർ ബൈറ്റ് അഡ്രസ് ഡേറ്റ. അപ്പൊ ഇതാണ് ഒരു 8085-നകത്തുള്ള ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ 74 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഈ 74 ഇൻസ്ട്രക്ഷൻസിന് തന്നെ ചിലത് 1 ബൈറ്റ് ആണ്, ചിലത് 2 ബൈറ്റ് ആണ്, ചിലത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് നമുക്ക് കാണാം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു മൈക്രോ പ്രോസസ്സറും പഠിക്കുമ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു പ്രോസസ്സറും അല്ലെങ്കിൽ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു കൺട്രോളർ കൂടി പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ്. എന്താണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡേറ്റയെ ഒരു ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന പല രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴികളിലൂടെ ഡേറ്റ സ്പെസിഫൈ ചെയ്യാം. അത് ഡേറ്റയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അങ്ങനെ സ്പെസിഫൈ ചെയ്യാറുള്ളത്. അപ്പോ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഡേറ്റ സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്.